പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രി ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും വേഗപരിതവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അടിസ്ഥാന ഉപദേശങ്ങൾ എന്നുള്ള ബൈബിൾ പഠന പരമ്പരയുടെ 37ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. അടിസ്ഥാന ഉപദേശങ്ങളിൽ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, കൂട്ടായ്മ, വേർപാട്, അതുപോലെ തന്നെ അപ്പം നുറുക്ക് എന്നുള്ള വിഷയത്തെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ അപ്പം നുറുക്ക് എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പം നുറുക്കിൻ്റെ ഉപദേശത്തിൽ നമ്മൾ അപ്പം നുറുക്ക് ശുശ്രൂഷയുടെ ചില പേരുകൾ നമ്മൾ പഠിച്ചു. 1 കൊരിന്ത്യർ 11:20 പറയുന്നത് കർത്താവിൻ്റെ അത്താഴം എന്നുള്ള പേര് കാണുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:42 20:7 അപ്പം നുറുക്ക് എന്നുള്ള ഒരു പേര് കാണുന്നു. അടുത്ത 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ മേശ എന്നുള്ള ഒരു പേര് കാണുവാനായിട്ട് സാധിക്കും. അടുത്ത ഇത് സ്ഥാപിച്ചത് നമ്മുടെ കർത്താവ് തന്നെയാണ് ഇത് സ്ഥാപിച്ചതെന്ന് നമുക്ക് മത്തായി സുവിശേഷം 26:26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം 19 മുതൽ 20 വാക്യങ്ങളിൽ, യോഹന്നാൻ 13-ലും നമുക്ക് ഈ യേശുവാണ് ഈ അപ്പം നുറുക്ക് എന്നുള്ള ആ ശുശ്രൂഷ സ്ഥാപിച്ചത് എന്ന് കാണാം. ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചെല്ലാം മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് കാണാം. 27-ാം സങ്കീർത്തനത്തിലും യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായത്തിലും യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ദാവീദും യെശയ്യാവുമൊക്കെ മുൻകൂട്ടി പ്രവചിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, ഇത് ദൈവസഭയുടെ ഒരു ഉപദേശമായി വെളിപ്പെട്ട് കിട്ടിയതാണ്. 1 കൊരിന്ത്യർ 11:23 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തു എന്നാണ്. ഇത് കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചത്, കർത്താവ് സ്ഥാപിച്ച ഒരു ശുശ്രൂഷ ഇത് കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതായിട്ട് നമുക്ക് കാണും. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 10:16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും ഇത് കർത്താവിനെ സ്ഥാപിതമായതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി നമുക്കതിൻ്റെ അടുത്ത ഭാഗങ്ങൾ ചിന്തിക്കും. ഈ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുവാനുള്ള ഇവരുടെ യോഗ്യത ആർക്കൊക്കെയാണ് ഈ കർത്താവിൻ്റെ മേശയിൽ അല്ലെങ്കിൽ അപ്പം നുറുക്ക് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയുന്നത്? അവർക്കുള്ള ചില യോഗ്യതകളെക്കുറിച്ചാണ് ഇന്ന് ഇത് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കും. അതിനാധാരമായി നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം 41 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം അതിൻ്റെ 41. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അതായത് പത്രോസിൻ്റെ 1-ാം നൂറ്റാണ്ടിൽ മാളികമുറിയിൽ അവിടെ അപ്പോസ്തലനായ പത്രോസിൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അങ്ങനെ 3000-ഓളം പേര് പത്രോസിൻ്റെ വാക്ക് കൈക്കൊണ്ട് സ്നാനമേറ്റ് അവർ ഹൃദയത്തെ കുത്തുകൊണ്ടപ്പോൾ അവർ പത്രോസിൻ്റെ വാക്കുകൾ കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ കൈക്കൊണ്ടവർ, വിശ്വസിച്ചവർ, സ്നാനമേറ്റവർ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കിയും, അപ്പം നമുക്ക് അവിടെ അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോന്നു. 42-ാമത്തെ വാക്യത്തിൽ പറയുന്ന അപ്പം നുറുക്കിയും. അപ്പോൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവരാണ്, അല്ലെങ്കിൽ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ പോകുന്നവരാണ് അപ്പം നുറുക്ക് എന്നുള്ള ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് കഴിയുന്നു. അല്ലാതെ വഴിയെ പോകുന്നവനല്ല,
വിളിച്ചു കൊടുക്കുവാനുള്ള ഒന്നല്ല കർത്താവിൻ്റെ മേശ. ചില നാളുകൾക്ക് മുമ്പ് കൃപയുടെ സുവിശേഷം എന്നുള്ള ഒരു സുവിശേഷം പറഞ്ഞ ഒരു പ്രമുഖ വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ കൂട്ടായ്മയിലേക്ക്, അല്ലെങ്കിൽ കൃപയുടെ സുവിശേഷം എന്നുള്ള ആ പ്രസ്ഥാനത്തിലേക്ക്, അല്ലെങ്കിൽ അവർ സംഘടിപ്പിക്കുന്ന പബ്ലിക് മീറ്റിങ്ങുകളിൽ, അല്ലെങ്കിൽ സുവിശേഷ യോഗങ്ങൾ എന്ന് പറയുന്ന പബ്ലിക് മീറ്റിങ്ങുകളിൽ ചെല്ലുന്നവർക്കെല്ലാം തന്നെ കർത്തൃമേശ കൊടുക്കുന്ന ഒരു പതിവുണ്ടായി. ഒരിക്കൽ തിരുവനന്തപുരത്ത് ഞാൻ ചെന്നപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ, ഹൈന്ദവരായ ആൾക്കാർ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഹൈന്ദവരായ ആൾക്കാർ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് തിരികെ വരുമ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ്? ഞങ്ങൾ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തു, അവിടെ നിന്ന് ഞങ്ങൾക്ക് പ്രസാദവും കിട്ടി എന്ന് പറഞ്ഞു. അവർ പ്രസാദമായി എന്നെ കാണിച്ചത് അവിടെ നുറുക്കി അപ്പം നുറുക്ക്, അപ്പത്തിൻ്റെ ഒരു നുറുക്കൊക്കെ കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഹൈന്ദവരായതുകൊണ്ട് അവർ വിചാരിച്ച അമ്പലത്തിലെ പ്രസാദം പോലെ, അവിടെ ചെല്ലുന്നവർക്കെല്ലാം അമ്പലത്തിൽ പ്രസാദം കൊടുക്കുന്നത് പോലെ ഇവിടെയും ഇങ്ങനെ കൊടുക്കുന്നു എന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു പബ്ലിക് മീറ്റിങ്ങിൽ വരുന്നവർക്കെല്ലാം വേണ്ടി കൊടുക്കുവാനുള്ളതല്ല കർത്താവിൻ്റെ മേശ. കർത്താവ് അങ്ങനെ വചനത്തിലൊന്നും കൽപ്പിച്ചിട്ടില്ല. എന്നാൽ ആ പ്രസ്ഥാനം അധികകാലം നിലനിന്നില്ല. കാരണം ദൈവികമല്ലാത്ത ഒരു കാര്യവും അധികകാലം നിലനിൽക്കുകയും ഒരു ഓളമൊക്കെ ഉണ്ടാക്കും, വന്ന പോലെ അങ്ങ് പോകും. അതുപോലെ തന്നെയാണ് ആ പ്രസ്ഥാനം അവസാനം നാമാവിശേഷമായി മാറി. അപ്പോൾ അവർ വരുന്നവർക്കെല്ലാം ഇങ്ങനെ കർത്തൃമേശ കൊടുക്കുന്ന ഒരു പതിവുണ്ടായി. എന്നാൽ വിശുദ്ധ ബൈബിളിൽ അപ്രകാരമുള്ള ഒരു ഉപദേശമില്ല. അപ്പോൾ ആ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്കാണ് കർത്തൃമേശ അഥവാ അപ്പം നുറുക്ക് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ യോഗ്യത ഉള്ളവർ. അടുത്ത രണ്ടാമതായി, വിശുദ്ധ ജീവിതം നയിക്കുന്നവർ. കർത്താവിനാൽ വിശുദ്ധീകരിക്കുക. നമ്മളാരും വിശുദ്ധരായിട്ട് ജനിക്കുന്നില്ല. നമ്മളെല്ലാവരും ജന്മനാൽ പാപികളാണ്. പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്നവരാണ്. എന്നാൽ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെ പാപമെല്ലാം കർത്താവ് മാറ്റി അവനെ ഒരു ശുദ്ധീകരിക്കും. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. അങ്ങനെ പാപികളായിരുന്ന നമ്മെ കർത്താവ് വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായ നാം, നമ്മുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് ആ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു പാപത്തിൽ ചെന്ന് ഇടപെടരുത്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് പാപത്തിൽ വീഴരുത്. അബദ്ധവശാൽ വീണാൽ യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ഒരുത്തൻ പാപത്തിലകപ്പെട്ടാൽ അവൻ കർത്താവിനോട് ഏറ്റു പറഞ്ഞാൽ അവൻ നമ്മുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കും. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളും താഴ്ചകളും ഒക്കെ കർത്താവിനോട് ഏറ്റു പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുക. പരമാവധി നമ്മൾ കർത്താവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഭരിക്കും. പലപ്പോഴും നമുക്ക് ആ ബോധ്യം പലരിലും കാണാറില്ല. എന്നാൽ ലോകത്തിലുള്ള പല കാര്യങ്ങൾക്ക് നമുക്ക് ചില ബോധ്യങ്ങളും, നമ്മൾ കുളിച്ചൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, അലക്ക് തേച്ച ഒരു ഡ്രസ്സും ഇട്ട് നമ്മളൊരു വഴിക്ക് പോവുകയാണെന്നിരിക്കട്ടെ. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അദ്ദേഹം വയലിൽ കിളച്ച് മണ്ണുമൊക്കെ ആയിട്ട് ചെളിയായിട്ട് ഇങ്ങനെ പുരണ്ട് വരികയാണെന്നിരിക്കട്ടെ. അദ്ദേഹം എത്ര നല്ല സുഹൃത്തായിരുന്നാലും അദ്ദേഹം ചെളിയുള്ള കൈയോടെ അല്ലെങ്കിൽ ചെളിയുള്ള ഡ്രസ്സോടെ നമ്മൾ കുളിച്ചൊരുങ്ങി നല്ല ഇതായിട്ട് പോകുമ്പോൾ അദ്ദേഹം വന്ന് നമുക്ക് കൈ തരാൻ വന്നാൽ നമ്മൾ ഒഴിഞ്ഞു മാറും. നമ്മൾ ദൂരെ മാറി നിന്ന് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അദ്ദേഹത്തോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നമുക്ക് തന്നെ ബോധ്യമുണ്ട്, ഞാൻ കുളിച്ച് റെഡിയായി നല്ല ഡ്രസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ചെന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സിൽ അഴുക്കാകും എന്നുള്ള ഒരു ബോധ്യം ആ വ്യക്തിയെ ഭരിക്കുമ്പോൾ അവൻ പരമാവധി ആ വസ്ത്രത്തിൽ അഴുക്ക് പറ്റാതെ സൂക്ഷിക്കും. ഇതുപോലെയുള്ള ഒരു ബോധ്യം നമുക്ക് ആത്മീയ കാര്യത്തിലും ഉണ്ടായിരിക്കും. കർത്താവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ. നമ്മുടെ പാപജീവിതത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്.
ഇനി നമ്മൾ ലോകത്തിൻ്റെ മ്ലേച്ഛതകളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള ഒരു ബോധ്യം എപ്പോഴും നമ്മളെ ഭരിക്കണം. അങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടത്. നമുക്കതിനാധാരമായി ഒരു വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 10 അധ്യായം 10 അധ്യായം 14 11 അധ്യായം 10 അധ്യായം തന്നെ നമുക്ക് നോക്കാം. അതിൻ്റെ 16 വാക്യം മുതൽ വായിക്കുന്നു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലേ? ഇത് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പോൾ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ, അപ്പം നുറുക്കപ്പെട്ട അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലേ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകും. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൻ്റെ അംശികളാകുന്നുവല്ലോ. അടുത്ത് പറയുകയാണ്, ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കൂ, യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിൻ്റെ കൂട്ടാളികളല്ലയോ? ഞാൻ പറയുന്നത് എന്ത്? വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നു എന്നോ വിഗ്രഹം വല്ലതും ആകുന്നു എന്നു അല്ല, ജാതികൾ ബലി കഴിക്കുന്ന ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു. ജാതികൾ ബലി കഴിക്കുന്നത് ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്നു എന്ന് പറയും. അടുത്ത 21 വാക്യത്തിൽ പങ്കെടുക്കുന്നവരോട് പറയുന്നു, നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുന്നവർ ജാതീയപരമായിരിക്കുന്ന ആചാരങ്ങളിൽ പ്രകാരമുള്ള അല്ലെങ്കിൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുന്ന ഭൂതങ്ങളുടെ പാനപാത്രം കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. രണ്ടും കൂടെ പറ്റുകയില്ല. അല്ല, നാം കർത്താവിന് ക്രോധം ജനിപ്പിക്കുന്നു, അവനേക്കാൾ നാം ബലവാന്മാരോ? അങ്ങനെ ചെയ്തിട്ട് ദൈവത്തോട് മത്സരിച്ച് നമ്മൾ കർത്താവിന് ക്രോധം ജനിപ്പിക്കുന്നുവോ എന്ന് ചോദിക്കുക. പിന്നെ 24 വാക്യത്തിൽ പറയും, ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ അന്വേഷിക്കട്ടെ എന്ന് പറയുകയാണ്. പിന്നെ അടുത്ത് നമുക്ക് 11 അധ്യായം 27 വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അപ്പോൾ കർത്താവിൻ്റെ മേശയിൽ പങ്കുകൊള്ളുന്നവർ മറ്റ് മേശകളിൽ അല്ലെങ്കിൽ ഭൂതങ്ങളുടെ മേശയിൽ പങ്കുകൊള്ളുവാനായിട്ട് പാടില്ല. അടുത്ത് പിന്നെ പറയുകയാണ്, അയോഗ്യമായി നിങ്ങൾ അപ്പം തിന്നരുത്. അയോഗ്യമായി നിങ്ങൾ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്താൽ കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനമനുസരിച്ചുള്ള യോഗ്യതയോടുകൂടെ മാത്രമേ നമുക്കിതിൽ പങ്കുകൊള്ളുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ചിലർ പറയും, ഞാൻ ഒന്നും നോക്കുന്നില്ല, അയോഗ്യമായി അങ്ങ് എടുക്കാം എന്നാണ് ഒരുത്തൻ പറയുന്നത്. അയോഗ്യമായി തിന്നാൽ എന്താണ് അതിൻ്റെ പരിണിത ഫലം? അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനല്ല കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അടുത്ത് പിന്നെ പറയുന്നു, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യും. ഓരോരുത്തൻ അവന് ശോധന ചെയ്യണം. അവനെ തന്നെ നമ്മെ തന്നെ വിധിക്കും. ഇന്ന് അനേകർ ക്രൈസ്തവ ലോകത്ത് കാണുന്നത് അവനെ തന്നെ ശോധന ചെയ്യില്ല, അവൻ മറ്റുള്ളവനെല്ലാം ശോധന ചെയ്ത് ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ പറയുകയാണ്, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൻ്റെയും പാനപാത്രം നിന്ന് കുടിക്കുകയും ചെയ്യും. അടുത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ
തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ശോധന ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. ഇത് ഹേതുവായി അങ്ങനെ അയോഗ്യതയോടുകൂടെ അപ്പം നുറുക്കൽ പങ്കെടുത്താൽ 2-3 കാര്യം. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അങ്ങനെയുള്ള കർശനമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഈ കർത്താവിൻ്റെ മേശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാം, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നാം നമ്മളെ തന്നെ ഒന്ന് വിധിക്കുക. നാം എങ്ങനെയായിരിക്കുന്നു കർത്താവിനോടുള്ള ബന്ധത്തിൽ. അങ്ങനെ നാം നമ്മളെ തന്നെ വിധിച്ചാൽ പിന്നെ കർത്താവിനെ വിധിക്കേണ്ടി വരത്തില്ല, വിധിക്കപ്പെടുകയില്ല. ഇനി വിധിക്കപ്പെടുന്നു എങ്കിലോ, ഇനി നമ്മളെ തന്നെ വിധിക്കപ്പെട്ടു, അല്ലെങ്കിൽ നമ്മളെ തന്നെ ശോധന ചെയ്തു, നമ്മളെ കറക്റ്റ് ചെയ്തു പോയി, എന്നിട്ട് വിധിക്കപ്പെടുന്നു എങ്കിലോ, അല്ലെങ്കിൽ കർത്താവിനെ വിധിക്കപ്പെടുന്നു എങ്കിലോ, നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന്. ഇപ്പൊ കർത്താവ് നമ്മളെ വിധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളാരും ലോകത്തോടുകൂടെ, കർത്താവിനെ അറിയാത്ത മനുഷ്യരായ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന്. നമുക്ക് പിന്നെ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടേണ്ടി വരത്തില്ല. അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അങ്ങനെ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ചിലപ്പോൾ ചില കഷ്ടങ്ങളോ ഭാരങ്ങളോ ഒക്കെ വരുമ്പോൾ ചിന്തിച്ചുകൊണ്ടാത് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ മക്കൾക്ക് ബാലശിക്ഷ, ശിക്ഷാവിധിയില്ല, ബാലശിക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരപ്പൻ മക്കളെ ക്രമപ്പെടുത്തുവാൻ ചെറിയ ശിക്ഷകൾ കൊടുക്കുന്നത് പോലെ നമ്മളും ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമുക്ക് ചില ബാലശിക്ഷകളുണ്ട്. എബ്രായ ലേഖനത്തിൽ പറയുന്നത്, നമ്മൾ ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നമ്മൾ മക്കളല്ല കൗലേടന്മാരത്രേ എന്നാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ട് നാം ഓരോ ദിവസവും നമ്മളെ തന്നെ വിധിച്ചുകൊണ്ട്, നമ്മളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമ്മൾ ഈ അപ്പം നുറുക്കൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ക്രൈസ്തവ ഇന്ന് രാത്രികാലം നമുക്ക് പ്രകാരം ഈ ഉപദേശ സത്യങ്ങളെക്കുറിച്ച് തിരുവചനാടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ദൈവമായ കർത്താവിൻ്റെ രാത്രിക്കാലം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം അനുവദിച്ച തുടർന്നുള്ള ചില ദിവസങ്ങളിൽ ചില ക്ലാസ്സുകൾക്ക് ശേഷമായി ഈ പഠന പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ കാണിച്ചതായ സഹകരണങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. ദൈവവചന പഠനം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവമായ കർത്താവ് ഇന്ന് രാത്രിക്കാലം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കരുണാസമ്പന്നും നിത്യനീതിമാനുമായ സ്വർഗീയന്റെ പിതാവേ, നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അപ്പം നുറുക്ക് ശുശ്രൂഷയെക്കുറിച്ച് കർത്താവ് അല്പമായി ക്ലാസ്സിലെടുപ്പാൻ തക്കോണം കർത്താവ് സഹായിച്ചുവല്ലോ. ഇതിൽ വന്ന് ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് കൂടെ ഇരിക്കണം. പുതുവഴികളെയും പുതുവാതിലുകളെ തുറന്ന് സഹായിക്കണം. എല്ലാ നല്ല ദാനങ്ങളും അവിടെ നിന്ന് ഒരുക്കി ഇങ്ങനെ സഹായിക്കുന്നതേക്ക് സ്തുതി ശക്തീകരിച്ചാട്ടെ, ബലപ്പെടുത്തി വഴി നടത്തിയാട്ടെ, സഹായിച്ച വാനിച്ചാട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല ദാനങ്ങളും അവിടെ നിന്ന് ഒരുക്കി രാത്രിക്കാലം സഹായിക്കുന്നതേക്ക് സ്തുതി. രോഗികളായി ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണമായ വിടുതലും ആശ്വാസം അവിടെ നിന്ന് പകർന്ന് സഹായിച്ചാട്ടെ. ഇതിക്ക് അനുഗ്രഹങ്ങളുടെ കരവറോടെ തുറക്കുന്നതേക്ക് സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.